എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TC പാളിയ മെയിൻ റോഡിനടുത്തുള്ള മോട്ടോഡോക്കിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി പണിയിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. സംഭവം കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാമായിരിക്കും ഏകദേശമുള്ള കംപ്ലൈൻ്റൊക്കെ. നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഫോർക്കൊക്കെ കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ റെഡിയാക്കാനുള്ള ഫണ്ട് ഇല്ല. കുറച്ചൊരു ഫണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഫണ്ട് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് വേറൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു സാധനം പോയിട്ടുണ്ട് ബ്രേക്കിൻ്റെ. എനിക്ക് കംപ്ലൈൻറ്റ് കണ്ടിട്ട് മാസ്റ്റർ സിലിണ്ടർ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ വണ്ടി നിൽക്കും. അതായത് ബ്രേക്ക് അപ്ലൈ ആവും, വണ്ടി നിൽക്കുകയൊക്കെ ചെയ്യും. നമ്മൾ നോർമലി നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ബ്രേക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളൊരു സ്ലോ ആയിട്ട് പ്രഷർ അധികം കൊടുക്കാണ്ട് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ പെഡലാണെങ്കിൽ ഇങ്ങനെ താന്ന് നമ്മൾ എന്തോരം ചവിട്ടുന്നോ അത്രയും താന്ന് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ബ്രേക്ക് അപ്ലൈ ആവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ബ്രേക്ക് ഉള്ളത്. അതപ്പോൾ നമ്മൾ പെട്ടെന്ന് പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബ്രേക്ക് കിട്ടുന്നുള്ളൂ. അല്ലാതെ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന പോലത്തെ അവസ്ഥയാണ്. ആകെ ഫ്രണ്ട് ബ്രേക്ക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പം അത് ഭയങ്കര ഇത്തിരി റിസ്ക്കി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ബ്രേക്ക് കൊണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തായാലും ആ റൈറ്റ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അതൊന്ന് നോക്കണം. പിന്നെ ചെറിയ ഹമ്പ് കയറുവാണെങ്കിൽ തന്നെ അടി തട്ടുന്നുണ്ട്, അതും ഒന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മോട്ടോഡോക്കിൽ പോകുന്നത്. എന്നിട്ട് സ്റ്റമ്പിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്തായാലും ടയർ മാറാറായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പൈസയൊക്കെ ഒപ്പിച്ച് ടയർ മാറാൻ നേരം അത് കംപ്ലീറ്റ് ടയറും കോൺസെപ്റ്റും അതുപോലെ 2 ഫോർക്കും മാറേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഫോർക്കും എല്ലാം കൂടി ആ സമയത്ത് ഒന്നിച്ച് മാറാം എന്നുള്ള ഐഡിയയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് TC പാളിയ റോഡിൽ കൂടെ തന്നെയാണ്. ഇനിയൊരു 3 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ നമ്മളിത് മോട്ടോഡോക്കിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് മോട്ടോഡോക്ക്. பிரேக் கொஞ்சம் பாருங்களேன். இப்போ ஸ்பீடாக அழுத்தினா பிரேக் பிடிக்குது, இல்லைன்னா இப்படி தாந்துட்டே போகுது. மாஸ்டர் சிலிண்டரா எவ்வளோ ஆகும்? ஓகே, மொத்தமாக சேஞ்ச் பண்ணி எடுக்கிறதுக்கு 1000 ருபீஸ்க்குள்ளே ஆகும். அப்புறம் அந்த பின்னாடி ஒராள் உட்காந்தா சின்ன ஹம்பானா கூட அடி இடிக்குது. ஆமாம், அடிக்குது அடிக்குது. ஸ்டாண்டா எக்ஸாஸ்டா ஏதோ ஒன்று அடிப்படுது. பின்னாடி ஒராள் உட்காந்தா அடிப்படுது. எப்போ கிடைக்கும்? அர்ஜென்ட்டு இன்றைக்கி தர முடியும்ட்டா ஓகே, இல்லைன்னா நாளைக்கு போதும், பரவாயில்ல. அப்புறம் இந்த இது அடி தட்டுறது என்னதுன்னு கொஞ்சம் பாருங்கள். அப்புறம் ரைட் இண்டிகேட்டர் ஒர்க் ஆகலை, அது மாற்ற பைசா இல்லை. இப்போ 1500 ரூபா ஆகல ஒரெண்ணுக்கு. இது மாட்டணும் போல் இருக்குது. பார்த்து 2 மாட்டணுமே. 2 மாற்றணும். அது நான் நினச்சேன் டயர் மாற்றணும். അപ്പോൾ ടയർ എല്ലാം കൂടെ ഒന്നാ മാറ്റലാണ്. അടിയാണ് ഇടിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ഒരു അടി കിട്ടുക. അത് നല്ല എമൗണ്ട് ആവുമേ. അപ്പോൾ മാറ്റം വേണ്ട, ഇപ്പോൾ കാശില്ല. മാസ്റ്റർ സിലിണ്ടർ, റൈറ്റ് ഇൻഡിക്കേറ്റർ, ഷാഡ്ബിൻ SHA DVIN. ഇൻഡിക്കേറ്റർ ബാക്ക് ഫ്രണ്ടും ഉണ്ട്. 2 ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണില്ല റൈറ്റിൽ. ഈ സെയിമാ? ഏത് മോഡൽ? ഇത് 2 അതായത് മൊത്തം 4 ഇൻഡിക്കേറ്റർക്ക് ഇല്ലല്ല, 2 ഒരു സെറ്റുക്ക് 380 വരുത്, 300 வருது. இப்போ மாற்றினா 4 மாட்டணுமே, இல்லைண்ணா 2 டைப்பாக தானே இருக்கும். இல்லை அப்படி இல்லை, இதுவும் அதுவும் தான் ஒர்க் ஆகலை.
அப்போ என்ன பண்ண அந்த பக்கம் கழட்டி இந்த பக்கம் போடணும், இல்லைனாக்கா இது ரெண்டு கழட்டி அது போட்டு இது ரெண்டு பக்கம் அது ஃப்ரண்ட்டில் போடணும். அப்படி பண்ணணும். அப்படி போட முடியுமா? பண்ண முடியும். அப்படி போட முடியும்னா போடுங்க. அப்படி பண்ண உங்களுக்கு ஒரு லைன் ஒர்க் ஆகலையா? ஆ ஒரு லைன் ஒன்று. ஒரு லைன் ஒர்க் ஆகல. நான் வயரிங் செக் பண்ணுறேன் ஃபஸ்ட்டு. வயரிங் செக் பண்ணிட்டு போட்டாங்க. நாளைக்கு எடுத்துக்கோங்க வண்டி நீங்கள். ஓகே. நாளைக்கு ஒரு அட்டன் பண்ணி இந்த டைம் வந்துடுங்க. இந்த டைமா? சரி. ஓகே. அப்ராக்சிமேட் எவ்வளோ ஆகுது? 1500. ஓகே. இண்டிகேட்டர் 2 பேராக போட்டுட்டுங்க. நல்லா போட்டுங்க. இனியிപ്പോൾ വയറിംഗ് കംപ്ലൈൻ്റ് இருந்தால் മാറ്റ വേണ്ട. ഇൻഡിക്കേറ്റർ കംപ്ലൈൻ്റ് 4 മാറ്റിടുங்க. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ കൊടുത്തു. ഇനി തിരിച്ച് പോകേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റാപ്പിഡോയോ ഊബറോ വല്ലതും ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അല്ലാതെ ബസ്സിന് പോകണമെങ്കിൽ ഇവിടുന്ന് 2 കിലോമീറ്റർ നടക്കണം. അത് കഴിഞ്ഞ് ബസ് പിടിച്ച് പോയി ഹോർമാവിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് വീണ്ടും 2-2.5 കിലോമീറ്റർ വീണ്ടും നടക്കണം. അത് നടക്കുന്ന പരിപാടിയല്ല. അപ്പം ഊബറോ റാപ്പിഡോ കാണും വിളിച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ വണ്ടി പണിയാൻ കൊടുത്തപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ കേസ്, ഇൻഡിക്കേറ്ററിൻ്റെ റൈറ്റ് ഇൻഡിക്കേറ്ററാണ് ഫ്രണ്ടും ബാക്കും കത്താത്തത്. അപ്പം അത് വയറിങ് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയറിങ് ചെക്ക് ചെയ്ത് വയറിങ് ചെയ്യുന്നില്ല, അതായത് വയറിങ് വിട്ടതാണെങ്കിൽ ഞാൻ ഇൻഡിക്കേറ്റർ മാറ്റണ്ട, അത് തന്നെ ഇട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട് വയറിങ് റെഡിയാക്കിയിട്ട്. ഇനിയിപ്പോൾ വയറിങ്ങിന് കുഴപ്പമൊന്നുമില്ല, ഇൻഡിക്കേറ്ററാണ് കുഴപ്പമൊന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഇൻഡിക്കേറ്റർ ഇവിടെ കാണിച്ചില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഇൻഡിക്കേറ്റർ മോഡൽ, ആ ഒരു ഇൻഡിക്കേറ്റർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് പെയറിന് 300 600 രൂപ വരും ടോട്ടൽ. പിന്നെ മോണോഷോക്കിൻ്റെ കേസ്, മോണോഷോക്ക് പോയതാണെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ. അത് 3500 രൂപയൊക്കെ ആവുമെന്ന് പറഞ്ഞു. അതെന്തായാലും ഇപ്പം ചേഞ്ച് ചെയ്യാൻ കാശില്ല, അതൊക്കെ പിന്നെ ചേഞ്ച് ചെയ്യാം. പിന്നെന്താ സംഭവം, ബാക്കിലത്തെ മാസ്റ്റർ സിലിണ്ടർ, ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ ചെയിൻ ടൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ബാക്കി പൂരം വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടി 2 ദിവസത്തിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. അവർ പിറ്റേ ദിവസം തന്നെ തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കാണെങ്കിൽ എടുക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ഇന്നലെ വൈകിട്ട് അവരെ വിളിച്ചപ്പോൾ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് വിളിച്ചതുമില്ല. പിന്നെ ഞാൻ ഇന്നിങ്ങ് ഡയറക്റ്റ് പോയിരുന്നു. വണ്ടി അപ്പോൾ റെഡിയായി ഇരിപ്പുണ്ടായിരുന്നു. അവർ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടറും മാറ്റിയിട്ടുണ്ട്. മൊത്തം 1900 ആയത്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും അതിനകത്താണെങ്കിൽ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ 2 ബൾബ് പോയതായിരുന്നു. അപ്പം അവർ പറഞ്ഞ് ബാക്ക് എന്ന് പറഞ്ഞെടുത്ത് ഫ്രണ്ട് ഇട്ടിട്ട് ഒരു സൈഡ് മാറ്റി തരാം, ഒരു സെറ്റ് ബാക്കിൽ കംപ്ലീറ്റ് ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ 2 ഡിസൈനായിട്ട് വേണ്ട, ഒറ്റ ഡിസൈൻ കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് മാറ്റിച്ചു. പിന്നെ മാസ്റ്റർ സിലിണ്ടർ ഞാൻ നോക്കിയപ്പോൾ നല്ല ബ്രേക്കിനാണെങ്കിൽ നല്ല ഫ്രീ പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുണ്ട്. എനിക്കാണെങ്കിൽ ഫ്രീ പ്ലേ തീരെ ഇഷ്ടമല്ല, അത് കാരണം അത് കുറച്ചു. അപ്പോൾ ശരിക്കും ഞാൻ റൂമിനടുത്തൊരു കടയിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉണ്ട്, അവന്മാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ സിലിണ്ടർ മാത്രം മാറുന്നതിന് 1500 രൂപയ്ക്ക് മുകളിലാകുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ചോദിച്ചപ്പോൾ 1000 രൂപ പറഞ്ഞുള്ളൂ. പിന്നെ പണിക്കൂലിയും പിന്നെ ഇൻഡിക്കേറ്റർ ഒരു സെറ്റിന് 300 രൂപയാണ്, അങ്ങനെ 600 രൂപ അതായി. അപ്പം വണ്ടി എന്തായാലും സെറ്റുണ്ട്. ഇനി സമയമുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്യണം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പണികൾ കുറേ ഉണ്ട്, അതിന് പൈസ സെറ്റാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വണ്ടിയാണെങ്കിൽ ഞാനിപ്പോൾ എയർടെൽ സ്റ്റോറിലോട്ട് പോവാണ്, ഒരു ചെറിയ ആവശ്യമുണ്ട്. അപ്പോൾ എയർടെൽ സ്റ്റോറിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി നിർത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇൻഡിക്കേറ്റർ ഏതാണെന്നുള്ളതൊക്കെ. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച സെയിം സാധനം തന്നെയാണ്. മോനെ ലംബോർഗിനി, ഈ റോഡിലൊക്കെ ലംബോർഗിനി ഓടിച്ചുകൊണ്ട് നടക്കാൻ സമ്മതിക്കണം. കാരണം ഓരോ കുഴിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ പകുതി ഉള്ളിൽ പോകും, അതുപോലത്തെ കുഴികളാണുള്ളത്. അതിലെ കൂടെയൊക്കെ ലംബോർഗിനിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ അവസ്ഥ. നമ്മളപ്പോൾ എയർടെൽ സ്റ്റോറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഇൻഡിക്കേറ്റർ ഈ ഒരു മോഡലാണ്, ഫ്രണ്ടിലും ബാക്കിലും മാറ്റിയിട്ടുണ്ട്. പിന്നെ അതെ മാസ്റ്റർ സിലിണ്ടർ മാറ്റി, പുതിയ മാസ്റ്റർ സിലിണ്ടറാണ്. ഇപ്പോൾ ഇത് നമ്മൾ ബ്രേക്കാണെങ്കിൽ ആദ്യം അവർ ഫ്രീ പ്ലേ ഇട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചവിട്ടുമ്പോൾ ഇതിപ്പം ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇത്ര ആക്കിയതാണ്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചവിട്ടുമ്പോൾ ഇത് ഇവിടം വരെ എത്തിയാൽ മാത്രമേ ബ്രേക്ക് അപ്ലൈ ആവുള്ളൂ, അങ്ങനെയായിരുന്നു അവർ ഫ്രീ പ്ലേ ഇട്ടിരുന്നത്. ഇപ്പം മാറ്റിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയാൻ കൊടുക്കുന്നത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.